എഴുതിയ രത്നാകരൻ കാട്ടാളനാണ്. വേദത്തെ നാലായി പകത്ത വേദവ്യാസൻ മുക്കുവനാണ്. ഉമാനന്ദ സ്വാമി ചോദിക്കുന്ന മാതിരി മനസ്സിലാവണുണ്ടോ നിങ്ങൾക്ക്? അപ്പൊ ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ ജന്മനാൽ ബ്രാഹ്മണനല്ല, കർമ്മം കൊണ്ട് അവിടം വരെ എത്താത്തവൻ ഇത് വായിച്ച് ഇന്ദ്രശത്രു, ഇന്ദ്രന്റെ ശത്രു, ഇന്ദ്രശത്രു, ഇന്ദ്രൻ എന്ന ശത്രു. ഗുരുവായൂർ അമ്പലത്തിൽ ചെന്ന് അക്ഷരത്തെറ്റോടുകൂടി പ്രാർത്ഥിച്ചാൽ നല്ലവണ്ണം വരേണമേ ഗുരുവായൂരപ്പ, നല്ല വണ്ണം വരേണമേ. വ്യത്യാസമുണ്ടോ? അക്ഷരം മാറിയിട്ടില്ല, ചൊല്ലിയതിന്റെ അര മാത്രം മാറി. ചിദാനന്ദപുരി സ്വാമി ആ ശ്രമം സ്ഥാപിച്ചു. എന്ത് സ്ഥാപിച്ചു? ആശ്രമം. മഹേശ്വരരു തൻ കണ്ഠരരു ആ വാഹനം ചെയ്തു. എന്താ ചെയ്തത്? വാഹനം ചെയ്തു. അർത്ഥം മാറി, അക്ഷരം മാറിയിട്ടില്ല. രണ്ടിന്റെയും ഇടയ്ക്കുള്ള അര മാത്ര, ഇതാണ് ഒരു മാത്ര. ഇതിന്റെ പകുതി മാറിയതുകൊണ്ട് അർത്ഥം മാറി. ഇങ്ങനെ കുറേ ഉണ്ട്, ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നത്, ഈ KR ഗൗരിയമ്മ അത് കത്തിക്കുന്നതിന് മുമ്പ് ഒന്ന് വായിക്കേണ്ടിയിരുന്നു എന്ന് പറയുന്ന പോലെ മനുസ്മൃതിയിൽ എന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് അടിമുടി ഒന്ന് വായിക്കണം. അടിമുടി വായിക്കണം. ആരെങ്കിലും പറഞ്ഞു, എന്തെങ്കിലും പറഞ്ഞു, എപ്പോഴെങ്കിലും പറഞ്ഞു എന്ന് പറയുന്നതിന് പകരം വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ 7 ചോദ്യം ചോദിക്കണം. വൈ, വാട്ട്, വെൻ, വെയർ, ഹൂ, ഹും, ഹൗ 7 ചോദിച്ചിട്ട് വേണം പറയാൻ. അതല്ലെങ്കിൽ എന്ത് പറ്റും? അപ്പുറത്തും ഇപ്പുറത്തും കട്ട് ചെയ്ത് കളഞ്ഞ് നസ്ത്രീ സ്വാതന്ത്ര്യം അർഹതി. അതിന്റെ ഉത്തരം ഒന്നേ ഉള്ളൂ, എപ്പി കാർപ്പ് ഓഫ് ദി മാംഗോ ഫ്രൂട്ട്. എന്താ അത്? മാങ്ങാത്തൊലി. അതിന് ഇംഗ്ലീഷിൽ പറയാ എളുപ്പം. അതിന്റെ അപ്പുറത്തുള്ളത് വായിക്കൂ. പിതാ രക്ഷതി കൗമാരേ, ഭക്താ രക്ഷതി യൗവനെ, പുത്രോ രക്ഷതി, രക്ഷതി വാക്ക് രക്ഷതി വാർദ്ധക്യേ നസ്ത്രീ സ്വതന്ത്രമർഹതി. അടുത്തത് വായിക്കൂ. എത്ര നാര്യസ്തു പൂജ്യന്തേ രമന്തേ തത്ര ദേവത. എവിടെയാണോ സ്ത്രീകൾ പൂജിക്കപ്പെടുന്നത് അവിടെ ദേവതമാര് ആനന്ദ നൃത്തം ചെയ്യുന്നു. നമ്മുടെ പൂർവികർ അത്രയും വലിയ അബദ്ധമൊന്നും ഇപ്പോൾ ഉള്ളവർ കാണിക്കുന്ന മാതിരി കാണിച്ചിട്ടില്ല. ഏതായാലും തിരിച്ച് ഞാൻ വിഷയത്തിലേക്ക് വരാം. അപ്പൊ നമ്മളുടെ എല്ലാം മനസ്സില് മാറ്റം വന്നാൽ പാപവും പുണ്യവും മനസ്സിലായല്ലോ ഇല്ലേ? അതായത് മനസ്സിനെ നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ആക്കണം. ഏതോ ഒരു സിനിമയിൽ ജഗതിയും കൽപ്പനയും ഭാര്യ ഭർത്താക്കന്മാരാ, രണ്ടുപേരും കള്ളന്മാരാ. എന്നിട്ട് ജഗതിയോടൊരു ചോദ്യം ചോദിക്കും, നിങ്ങളുടെ മകനെ എന്താക്കി മാറ്റണം എന്നാ നിങ്ങളുടെ ആഗ്രഹം? എന്താക്കി മാറ്റണം? ഞങ്ങളുടെ മകനെ നല്ലൊരു കള്ളനാക്കി മാറ്റണം. എന്താ അങ്ങനെ പറയാൻ കാരണം? കള്ളന്റെ മനസ്സിൽ നിന്ന് ഉദയം ചെയ്യുന്ന ചിന്തകള് കള്ളത്തരമുള്ളതായിരിക്കും. അപ്പൊ മാറ്റേണ്ടത് എവിടെയാ? ചിന്തകളെ മാറ്റാൻ ഒരു വഴിയേ ഉള്ളൂ, മനസ്സിനെ മാറ്റാം. അപ്പൊ മനസ്സിനെ നന്മയിലേക്ക് കൊണ്ടുപോയി അവസാനം കർമ്മത്തെ സത്കർമ്മമാക്കിയാൽ അതിന്റെ റിസൾട്ട്, റിവാർഡ് സ്വർഗമായിരിക്കും. എന്ത് ക്ലീനായിട്ടാ! ഇതിനൊരു പേരുണ്ട്, കർമ്മ ഡൈനാമിക്സ്. ഫിസിക്സിൽ തെർമോഡൈനാമിക്സ്, ഇത് കർമ്മ ഡൈനാമിക്സ്. നിങ്ങൾ ആരും കേട്ടിട്ടുണ്ടാവില്ല. എന്താ കാരണം? ഈ പേര് ഞാൻ ഉണ്ടാക്കിയതാ. അപ്പോ കർമ്മ ഡൈനാമിക്സ് ഇതാണ്. എൻട്രോപ്പി ഓഫ് എ സിസ്റ്റം ഈസ് കോൺസ്റ്റന്റ്. 4th ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഒരുവൻ ചെയ്തു കൂട്ടിയ കർമ്മങ്ങള് കോൺസ്റ്റന്റാ, അത് അവൻ അനുഭവിച്ചേ തീരൂ. ഇന്ന് രാവിലെ ഭംഗിയായിട്ട് സ്വാമി പറയുകയുണ്ടായി, ഗുരുവായൂരപ്പന് 3 ലിറ്റർ പാൽപ്പായസം കൊടുത്ത് എന്റെ പാപവും എന്റെ ദുഃഖവും എല്ലാം തീർക്കണേ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞ് 3 ലിറ്റർ പായസവും കൊണ്ട് വീട്ടിലേക്ക് വന്നപ്പോ അളന്ന് നോക്കിയപ്പോ 2.5 ലിറ്ററേ ഉള്ളൂ. അപ്പോഴാണ് തോട്ടത്തിൽ രവീന്ദ്രനെ വിളിച്ചത്, 3 ലിറ്ററാണ് തന്നത്. നമ്മൾ ഈ നന്ദൻ എന്ന സിനിമയിൽ കേശവൻ നായർ പറയണില്ല ഡബിളാണെന്ന്, അത് തന്നെ. അപ്പൊ 3 ലിറ്ററാ കൊടുത്തത്, 2.5 ഉള്ളൂ. അപ്പൊ തോട്ടത്തിൽ രവീന്ദ്രൻ എന്താ പറയുക? 1/2 ലിറ്റർ ഗുരുവായൂരപ്പൻ കുടിച്ചു. അപ്പൊ ഇയാളെന്താ തിരിച്ചു പറയാ? ഇനി ഗുരുവായൂരമ്പലത്തിൽ പാൽപ്പായസം വഴിപാടിന് വേണ്ട, എന്റെ വീടിന്റെ അടുത്ത് വേറെ കൃഷ്ണനുണ്ട്, അങ്ങേര് കുടിക്കില്ല. 3 ലിറ്റർ പറഞ്ഞാൽ 3 ലിറ്റർ തന്നെ എനിക്ക് കിട്ടും. ഇത് നമ്മുടെ വീക്ഷണാണ്. തെറ്റാണെന്നല്ല ഞാൻ പറഞ്ഞത്, വഴിപാടിന് കൊടുക്കരുതെന്നല്ല, വീക്ഷണത്തെക്കുറിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വഴിപാടിന് കൊടുത്തോ ഈശ്വരനെ സ്തുതിച്ചോ ഒന്നുമല്ല നമ്മളുടെ പാപം തീരേണ്ടത്. പക്ഷേ ശബരിമലയിൽ പോയാൽ പാപം തീരും.
അത് ഞാൻ ഉറപ്പിച്ചു പറയാം. അതേപോലെ ഞാൻ കൈലാസത്തിലേക്ക് പോയി. ഈ ജൂൺ മാസം 16-ാം തീയതി ലോകത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ ചിക്കൻ ഗുനിയ വന്ന ആൾ കൈലാസത്തിലേക്ക് പോണത്. ആ ചിക്കൻ ഗുനിയ വെച്ചുകൊണ്ട് തന്നെ നടന്നു 22,700 അടി മുകളിലേക്ക് 27 കിലോമീറ്റർ പരിക്രമം ചെയ്തു. അവസാനം സരയൂ നദിയിൽ വീണു. ആരോ വന്ന് എടുത്തുകൊണ്ട് പോയി. എന്തായാലും എനിക്ക് തോന്നി പാപം തീർന്നു. അതെങ്ങനെയാ പാപം തീർന്നത് അറിയോ? ശ്രദ്ധിച്ചു പറയാം. പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. ഞാനും കൺഫ്യൂഷൻ ഉണ്ടാകാത്ത വിധം ശ്രദ്ധിച്ചു പറയാം. നമ്മൾ ചെയ്ത പാപത്തിന്റെ ശിക്ഷ പ്രകൃതി നമുക്ക് തരികയാണ് നരകം. മനസ്സിലാക്കാൻ വിഷമമുണ്ടോ? നമ്മൾ ചെയ്യുന്ന തെറ്റായ കർമ്മത്തിന്റെ റിസൾട്ടിന്റെ റിവാർഡ്, തെറ്റായ കർമ്മത്തിന്റെ റിസൾട്ട് പാപം, അതിന്റെ റിവാർഡ് നരകം. അത് പ്രകൃതി നമുക്ക് തരികയാണ് അനുഭവിക്കാനായിട്ട്. ആ പ്രകൃതി നമുക്ക് തരുന്നത് വരെ നമ്മൾ കാത്തിരിക്കാതെ നമ്മൾ തന്നെ ആ ശിക്ഷ അനുഭവിക്കുകയാണെന്ന് വിചാരിക്കാൻ വിഷമമുണ്ടോ? നമ്മൾ തന്നെ ആ ശിക്ഷ അനുഭവിക്കുക. പ്രകൃതി എന്നെ ശിക്ഷിക്കുന്നത് വരെ ഞാൻ കാത്തിരിക്കണില്ല. ഞാൻ തന്നെ ചെയ്ത തെറ്റിന്റെ കർമ്മം അനുഭവിക്കും. അങ്ങനെയാണ് 3700 അടി ഉയരമുള്ള ശബരിമലയിലേക്ക് കെട്ടും കെട്ടി കല്ലും മുള്ളും കരിമല കയറ്റം ഇതൊക്കെ വെച്ചുകൊണ്ട് കയറുമ്പോ എന്താ തീരണത്? എന്താ തീരാൻ കാരണം? നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും ഈ മഴ കൊണ്ട്, ഈ തണുപ്പത്ത്, ഈ ചറക്കുന്ന സ്റ്റെപ്പ് കയറി ഈ ക്യൂവിൽ നിന്ന് ദാഹിക്കുമ്പോ വെള്ളം പോലും കുടിക്കാൻ പറ്റാതെ അവിടെ കിട്ടുന്ന ചോറും തിന്ന് ഈ ശബരിമലയിലേക്ക് എത്തി ഒരു ചെറിയ ദർശനത്തിന് ചിലപ്പോ അയാൾ പിടിച്ച് വലിക്കും. അങ്ങനെ വലിച്ച് അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോ നമുക്ക് എന്തൊരാശ്വാസമാണ് കിട്ടണല്ലേ? എന്താ ആശ്വാസം കിട്ടാൻ കാരണം? പ്രകൃതി നമ്മൾ ചെയ്ത നെഗറ്റീവുകളുടെ ആ റിസൾട്ടും റിവാർഡും പ്രകൃതി തരുന്നതിന് മുമ്പ് തന്നെ നമ്മളത് ഇറേസ് ഔട്ട് ചെയ്ത് കളയാൻ വേണ്ടി പ്രവർത്തിക്കുന്നു. കൈലാസത്തിൽ പോയാൽ എങ്ങനെയാ പാപം തീരുന്നത്? അവിടെ ടോയ്ലറ്റും ഇല്ല, വെള്ളവും ഇല്ല. ചൈനയിൽ കയറിയാൽ കാഠ്മണ്ഡു കഴിഞ്ഞാൽ അവസാനത്തെ ടോയ്ലറ്റ് കഴിഞ്ഞു. പിന്നെ ഉള്ളതെല്ലാം മൈതാനാണ്. മനുഷ്യനേക്കാളും ക്രൂരമായിട്ടുള്ള നായ്ക്കള്. യാക്ക് ഒരു ചെടിയില്ല. ഇങ്ങനെ നീണ്ടു പരന്ന് കിടക്കുന്ന ടിബറ്റൻ പീഠഭൂമിയിലെ കോച്ചു വലിക്കുന്ന -5 ഡിഗ്രി സെന്റിഗ്രേഡില് ശരീരത്തിൽ വീഴുന്ന സ്നോ, തണുത്ത് വിറങ്ങലിച്ച് 6 പാന്റ്, അതിന്റെ പുറത്ത് ഈ റെയിൻകോട്ട്, കയ്യിൽ ആദ്യം നമ്മളിടുന്ന സോക്സ്, കയ്യിലിടുന്ന ഒറ, എന്നിട്ട് അതിന്റെ പുറത്ത് വൂളൻ, അതിന്റെ പുറത്ത് ലെതറിന്റെ ഇട്ടിട്ട ചായ കുടിക്കുന്നത്. ഇതെല്ലാം കഴിയുമ്പോ ശരീരത്തിന്റെ പുറത്ത് ഇട്ടിരിക്കുന്ന റെയിൻകോട്ട് കാരണം അകത്ത് നിന്ന് വരുന്ന വിയർപ്പ് പുറത്തേക്ക് പോവില്ല. അതിങ്ങനെ കണ്ടൻസ് ചെയ്ത് ഈ പാന്റ് മുഴുവൻ നനയും. തിന്നുന്ന ആഹാരം അകത്തേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് അതെല്ലാം വായിക്കൂടെ പുറത്തേക്ക് വരും. അങ്ങനെ അകത്തേക്കൊട്ടൊന്ന് പോയിട്ടുമില്ല, അകത്തുള്ളത് ഉൾപ്പെടെ പുറത്തേക്ക് പോവുകയും ചെയ്തു. പാന്റ് സ്റ്റിച്ച് ചെയ്ത കാലത്തെ ഡയമീറ്റർ അല്ല പാന്റിനുള്ളത്. ആ പാന്റ് ഇങ്ങനെ ഊർന്നു പോകുമ്പോ ഇതൊന്നും ഇങ്ങനെ പിടിച്ച് കെട്ടാൻ ഒരു കയറവിടെ ഇല്ല. ഇതും പിടിച്ചോണ്ട് വേണം കയറാൻ മുളയ്ക്ക്. അതൊരു 10-12 ദിവസം കഴിയുമ്പോ പാപം തീരോ ഇല്ലയോ? അർത്ഥം മനസ്സിലായോ? മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ. ഞാൻ ഈ പറഞ്ഞതിൽ ഒരു ബിറ്റ് പോലും എക്സാജറേഷൻ ഇല്ല. കൈലാസത്തിലേക്ക് പോയൊരു പുസ്തകം അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. കുറച്ച് കോപ്പിയേ ഉള്ളൂ എന്ന് തോന്നുന്നു. ഒന്ന് വായിക്കണം. മാത്രമല്ല ഒന്ന് പോകണം കൈലാസത്തിലേക്ക്. എന്റെ മുമ്പിലുള്ളവരെല്ലാവരും കൈലാസത്തിലേക്ക് പോകണം. മനുഷ്യർ നന്നാവാൻ എളുപ്പവഴിയതാ, എളുപ്പവഴി. തിരിച്ച് ഞാൻ വിഷയത്തിലേക്ക് വരാം. പാപപുണ്യങ്ങൾ കഴിഞ്ഞു. അങ്ങനെ വരുമ്പോൾ മനുഷ്യന്റെ മനസ്സിനകത്ത് തന്നെ
രാക്ഷസൻ 33% ഉണ്ടെന്ന് പറഞ്ഞു. ആസുരീകത 33% ഉണ്ട്. മാനുഷിക ദൗർബല്യങ്ങള് 33% ഉണ്ട്. ഈശ്വരീയത 33% ഉണ്ട്. പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ട്. 1/3 ഡിമോണിക് ക്വാളിറ്റി, 1/3 ഓർഡിനറി ഹ്യൂമൻ ക്വാളിറ്റി ആൻഡ് 1/3 ഡിവൈൻ ക്വാളിറ്റി നമ്മളിലുണ്ട്. ഇനി നമ്മൾ ആസുരീകത കുറേശ്ശെ കുറച്ചുകൊണ്ട് വരികയാണെന്ന് വിചാരിക്കാം. നമ്മളിലുള്ള രാക്ഷസീയ സ്വഭാവം കുറച്ചു കുറച്ചു വന്നു. മാനുഷിക ദൗർബല്യങ്ങള് കുറച്ചു കുറച്ചു വന്നാൽ ഏതാ കൂടുക? 3 1/3 ഈശ്വരീയ ഗുണം, 1/3 ആസുരീകത, 1/3 മാനുഷികത. അതിൽ ആസുരീക സ്വഭാവത്തിന്റെ ക്വാണ്ടിറ്റി നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ ചെയ്ത് ആസുരീകത കുറച്ചു. നന്മ നിറഞ്ഞ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ ചെയ്ത് മാനുഷിക ദൗർബല്യങ്ങൾ കുറച്ചു. അപ്പൊ 33% ഉള്ള ഡിമോണിക് ക്വാളിറ്റി കുറഞ്ഞു, 33% ഉള്ള മാനുഷിക ദൗർബല്യങ്ങൾ കുറഞ്ഞു. ഇപ്പുറത്തെന്താ ഉള്ളത്? ദൈവികത. അതിനെന്ത് സംഭവിച്ചു? അത് കൂടി, പിന്നെയും കൂടി. അങ്ങനെ ഈശ്വരീയത കൂടുമ്പോഴാണ് അവനെ പറയുന്ന പേരാണ് അവതാരം. അവനെ പറയുന്ന പേര് അവതാരം. ഇന്നത്തെ വിഷയാതാ. അവരൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുക, ഇയാളെ എവിടേക്കാ പോണേ ഈശ്വര, അവസാനം ഇവിടേക്കൊക്കെ വരുമോ, ഇയാള് സഞ്ചിത കർമ്മോ അർജിത കർമ്മോ ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ മനസ്സിലായി അവതാരം. അപ്പൊ ഈ മാനുഷിക ദൗർബല്യങ്ങൾ കുറച്ച് 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 വന്ന്, അതേപോലെ ആസുരീകത കുറച്ച് 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 വന്ന് ഒരു 80-90% ഈശ്വരീയതയുള്ള സായിബാബയെയും മാതാ അമൃതാനന്ദമയ്യെയും ശ്രീ ശ്രീ രവിശങ്കറിനെയും നമ്മൾ എന്തു പറയും? അവതാരം. ഇഷ്ടമുള്ളവർ പറഞ്ഞാൽ മതി കേട്ടോ, ഇല്ലാത്തവർ വേണമെന്നില്ല. അവരെ അവതാരങ്ങളെന്ന് പറയാൻ കാരണം എന്താ? അവരുടെ ജീവിതത്തിൽ അവര് ആസുരീകത വെച്ചു പുലർത്തിയിട്ടില്ല, മാനുഷിക സ്വാർത്ഥത വെച്ചു പുലർത്തിയിട്ടില്ല. ചിലപ്പോ ഞാൻ ആലോചിക്കാറുണ്ട്. ഞാൻ വള്ളിക്കാവിലേക്ക് പണ്ട് പോയിരുന്നു, എന്റെ മകൾ അവിടെ പഠിക്കുന്നത് കൊണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്കൊന്നും പോവാറില്ല. കഴിഞ്ഞ വർഷം ഞാൻ ഷിക്കാഗോയിൽ പോയപ്പോൾ അമൃതാനന്ദമയി അവിടെ ഉണ്ടായിരുന്നു. കുറേ നേരം അവിടെ ഇരുന്നു. അതിന് മുമ്പിലത്തെ വർഷം അമേരിക്ക പോയപ്പോ മിഷിഗണിൽ അമ്മയുണ്ടായിരുന്നു. ഞാൻ വെറുതെ കാണാൻ പോയിരുന്നു. അതിന്റെ മുമ്പിലത്തെ പ്രാവശ്യം കാനഡയിൽ ടൊറന്റോയിൽ വെച്ച് അമ്മയെ കാണുകയുണ്ടായി. വെറുതെ കാണുകയുണ്ടായി. ഞങ്ങൾ നമസ്കരിക്കാറൊന്നുമില്ല, വെറുതെ തൊഴും. അപ്പൊ അമ്മ പറയും, മോനോട് പറഞ്ഞിട്ടില്ലേ അമ്മ, അമ്മയെ കാണാൻ വരണ്ടെന്ന് പറഞ്ഞിട്ടില്ലേ? അമ്മ മോന്റെ കൂട്ടത്തിലുണ്ടല്ലോ, പിന്നെ എന്തിനാ മോൻ അമ്മയെ കാണാൻ വരുന്നത്? മോൻ വാക്കുകൾ പറയുന്നതൊക്കെ അമ്മ തീരുമാനിക്കുന്ന വാക്കുകളാ മോനെ എന്നാ കുറെ കാലം മുമ്പ് പറഞ്ഞു. 2008 ആഗസ്റ്റ് മാസം 18 പുട്ടവർത്തിയിലേക്ക് പോയി. അവിടെ സ്വാമി എന്നെ വിളിച്ച് ഒരു പ്രഭാഷണം നടത്തണം. ഞാൻ ഇതുവരെ പോയിട്ടില്ല. അവിടെ ചെല്ലുമ്പോഴാണ് മനസ്സിലായത്, വെളുത്ത ഷർട്ടും വെളുത്ത പാന്റും ഇട്ടില്ലെങ്കിൽ ഔട്ട്. എന്റെ പാന്റ് ബ്രൗൺ ആയിരുന്നു, ഷർട്ടാണെങ്കിൽ കള്ളി ഷർട്ടായിരുന്നു. അപ്പൊ അവിടെ ചിലർ വിചാരിച്ചു, ഇത്ര യൂസ്ലെസ് ഫെല്ലോ ഇവിടേക്ക് വന്നല്ലോ, സായിബാബയുടെ അടുത്തേക്ക് വരുമ്പോഴെങ്കിലും വെളുത്തത് ഉടുക്കണ്ടേ എന്നുള്ളത് അറിഞ്ഞൂടെ? എനിക്ക് അറിഞ്ഞൂടായിരുന്നു. ഞാൻ അതിനു മുമ്പ് അവിടേക്ക് പോയിട്ടില്ല. പണ്ട് പോയി 94 അവിടെ പോയിട്ട് ഞാൻ തൊഴുതുകൊണ്ട് പറഞ്ഞു, ഇനി മേലിൽ ഇങ്ങോട്ട് വരില്ല. കാരണം അത്രയും കൊതുക് കടിച്ച് പട്ടി കുരച്ച് അവിടെയുള്ള ചാണകത്തിലാണ് ഞാൻ കിടന്നത്. അന്ന് തീരുമാനിച്ചു ഇനി അങ്ങോട്ടില്ല. പിന്നെ പ്രഭാഷണത്തിന് അതിരുദ്രം നടക്കുമ്പോഴത്തേക്ക് അവിടെ പോയി. അവിടെ പോയിട്ട് 10 മിനിറ്റ് പ്രഭാഷണം നടത്തി. നല്ല സദസ്സായിരുന്നു, വളരെ രസമായിട്ട് തോന്നി. സായിബാബ എന്നെ ഇങ്ങനെ വിലങ്ങനെ പിടിച്ച് എന്റെ താടിയൊക്കെ തൊട്ട് ചോദിച്ചു, എപ്പോഴോ ചാരുമീരു എന്ന്. ഞാൻ PhD എടുത്തത് ഹൈദരാബാദിലാണ്. അതുകൊണ്ട് എനിക്ക് കുറച്ച് തെലുങ്ക് അറിയാമെന്ന് ബാക്കിയുള്ളവർ പറയുന്ന തെലുങ്കാണെന്ന് അവർക്ക് തോന്നണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. ഏതായാലും എപ്പോഴാ വന്ന് ഊണ് കഴിച്ചോ, സുഖം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചു. എന്നോട് ചോദിച്ചു, നീക്കേം കാവാലി എന്ന് ചോദിച്ചു, എന്താ വേണ്ടേന്ന്. ഞാൻ പറഞ്ഞു, എനിക്കൊന്നും വേണ്ട. പിന്നെയും ചോദിച്ചു, നിനക്കൊന്നും വേണ്ടേ? എനിക്കൊന്നും വേണ്ട. ഒന്നും വേണ്ടേ നിനക്ക്? എനിക്കൊന്നും വേണ്ട. അപ്പൊ എനിക്കൊരു സംശയം തോന്നി. എന്നെ അങ്ങോട്ട് അയച്ച ആള് പറഞ്ഞു, പാദ നമസ്കാരം ചെയ്യരുത്, സായിബാബയുടെ കാലിന് വയ്യ, കാലിന് വേദനയുണ്ട്, പാദ നമസ്കാരം അറിയാതെ പോലും ചെയ്യരുത്. അപ്പൊ ഞാൻ വെറുതെ സായിബാബയോട് ചോദിച്ചു, പാദ നമസ്കാരം ചെയ്യവാല എന്ന് ചോദിച്ചു. ഒന്ന് പാദ നമസ്കാരം ചെയ്തോട്ടെ, കാരണം ഇനി അവിടേക്ക് പോയാൽ എന്നെ അടുപ്പിക്കില്ല, ഇപ്പൊ അടുത്തിരിക്കുകയാണ്, പിന്നെ വിചാരിച്ചിട്ട് കാര്യമില്ല.
അപ്പൊ ഏം കാവാലോ അത് ചെയ്യിച്ചു, എന്താ വേണ്ടെന്ന് ചെയ്തോളാൻ പറഞ്ഞു. ഞാൻ സാഷ്ടാംഗം നമസ്കരിച്ചതറിയാം, പിന്നെ എനിക്ക് ബോധമില്ല. ഒരാൾ വന്ന് എന്നെ നീപ്പിച്ചു, താൻ ഇവിടെയാണ് കിടക്കണ, പ്രസംഗിക്കാനാ വന്നത്. ഏതായാലും കൃത്യം 4 മണിക്ക് ഞാനിവിടെ പ്രഭാഷണം നടത്തി. സത്യത്തിൽ ഈ സദസ്സിനോട് ഞാൻ പറയാം, ആ 4 തൊട്ട് 4:15 വരെ പ്രഭാഷണം നടത്തിയപ്പോ അടിപൊളി മഴ 15 മിനിറ്റ്. എന്റെ പ്രഭാഷണം തീർന്നു, മഴയും തീർന്നു. എനിക്ക് വലിയ സന്തോഷം, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. കാരണം അകത്തേക്ക് കയറിയപ്പോ ഒരു കാർമേഘത്തിന്റെ ഒരു ബിറ്റില്ല. പക്ഷെ ആ 15 മിനിറ്റ് ഒരു മഴ, അതും കഴിഞ്ഞ് ഞാൻ നമസ്കരിച്ച് ഞങ്ങൾ തിരിച്ചു വന്നു. എനിക്ക് വലിയ സന്തോഷം തോന്നി. ഇവരെല്ലാം, ഞാൻ ആരുടെയും ആരാധകനല്ല, ആരെയും നമസ്കരിക്കാറുമില്ല. പക്ഷെ ഇവരെല്ലാം ചെയ്യുന്ന നന്മകള് അത് പരമാവധി ഇതേപോലെയുള്ള സദസ്സിൽ പറയാറുണ്ട്. ആ സദസ്സിൽ അവിടെയും പോയിട്ട് ഞാൻ ക്ലാസ് എടുക്കാറുണ്ട്. അവരെന്ന് വരെ വരണമെന്ന് പറയുന്നു, അന്ന് വരെ ഞാൻ അതൊക്കെ ചെയ്യുമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്റെ മുമ്പിൽ ഈ സായിബാബയും ഈ മാതാ അമൃതാനന്ദമയ്യും ശ്രീ ശ്രീ രവിശങ്കറും ലോകമെമ്പാടുമുള്ള ജനതയുടെ മനസ്സിന്റെ അഴുക്ക് കളഞ്ഞ് ത്യാഗത്തിന്റെയും ഭക്തിയുടെയും നന്മയുടെയും നരസേവ, നാരായണ സേവ, മാനവസേവ, മാധവസേവ, അതേപോലെ തന്നെ ജനസേവ, ജനാർദ്ദന സേവ എന്ന സന്ദേശം കൊടുത്ത് ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനസ്സിൽ മാറ്റം വരുത്തുന്നുണ്ടെങ്കിൽ അവര് എന്റെ ദൃഷ്ടിയിൽ അവതാരങ്ങളാണ്. അവർക്ക് വേണ്ടി ഒന്നും ചെയ്യണില്ല. ടൊറന്റോയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോ 14 നില കെട്ടിടാണ് അമ്മയുടെ ദർശനത്തോടനുബന്ധിച്ച് വാടകയ്ക്ക് എടുത്തിരിക്കുന്നത്. ഞാനവിടെ പോയി നോക്കിയിരുന്നു. അപ്പൊ ആ ഹോട്ടലിന്റെ ഉടമസ്ഥൻ പറഞ്ഞു, ഒരു സ്ത്രീ ഇവിടെ വരുന്നതിന് 14 നില കെട്ടിടം വേണം. ഹോട്ടലിന്റെ ഉടമസ്ഥൻ പറഞ്ഞതാ, ഒരു സ്ത്രീ ഇവിടെ വരുന്നതിന് ഈ 14 നില കെട്ടിടം എന്തിനാണ്. ആദ്യത്തെ ദിവസം 5000 പേര് വന്നു. രണ്ടാമത്തെ ദിവസം 8000 പേര് ക്യൂവിൽ നിന്നു. അയാളും ഭാര്യയും മക്കളും താടിക്ക് കയ്യും കൊടുത്തിരിക്കുക. ഈ സ്ത്രീയെ കാണാൻ എന്തിനാ ഇത്രയും പേര് വരുന്നു. മൂന്നാമത്തെ ദിവസം അമ്മ പോകുമ്പോ 17000 പേരാ ഉണ്ടായിരുന്നത്. ഈ ഹോട്ടലിന്റെ ഉടമസ്ഥനും അയാളുടെ ഭാര്യയും 2 മക്കളും ക്യൂവിന്റെ പുറത്ത് നിന്ന് അമ്മയുടെ അടുത്ത് വന്നപ്പോ അവർ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഹോട്ടലിന്റെ വാടക കൊടുത്ത ആ ചെക്ക് അമ്മയ്ക്ക് തിരിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഐ ഡു നോട്ട് വാണ്ട് ദിസ് മണി, ഐ ഷാൽ ഗിവ് എ ബ്ലാങ്ക് ചെക്ക് ഫോർ യു, യു ആർ മൈ ഗോഡ് ഫ്രം ടുഡേ ഓൺവേർഡ്സ്. അമ്മ അയാൾക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ലോട്ടറി, ഭൂട്ടാൻ ലോട്ടറി ഒന്നും അടുപ്പിച്ചിട്ടില്ല, ഒരു ലോട്ടറി അടുപ്പിച്ചിട്ടില്ല. പക്ഷേ ആ വരികള് ഗോപാലകൃഷ്ണൻ 10 ജന്മം അവിടെ ഇരുന്നാൽ സാധിക്കില്ല. 36 മണിക്കൂറാ അമ്മ അവിടെ ഇരുന്നത്. എനിക്ക് 2 പ്രഭാഷണം കഴിഞ്ഞാൽ ബാത്റൂമിലേക്ക് പോകണം. 2 മണിക്കൂർ, 2 പ്രഭാഷണമല്ല, ഈ 36 മണിക്കൂർ വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ ഇരിക്കാൻ സാധിക്കുമെങ്കിൽ അവരുടെ കർമ്മത്തില് 33% ഡിവൈൻ ക്വാളിറ്റി അല്ല ഉള്ളത്. എത്ര % ഉണ്ട്? മറ്റേത് 2 കുറയുമ്പോ ഇത് ഓട്ടോമാറ്റിക്കലി കൂടില്ലേ? മാനുഷിക ദൗർബല്യങ്ങൾ കുറഞ്ഞു, ആസുരീക ലക്ഷ്യങ്ങളും ഹിഡൻ അജണ്ടയുമില്ല എങ്കിൽ എന്താ സംഭവിക്കുക? ഓട്ടോമാറ്റിക്കലി വർദ്ധിക്കും. അവരവതാരങ്ങളാണ്. സായിബാബ അവതാരാണ്. ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇമ്പോർട്ടന്റ് അല്ല. ഞാനവിടെ പോവാറുമില്ല. എന്നോട് പുറത്തേക്ക് വന്നിട്ട് ഒരാൾ പറഞ്ഞു, സ്വാമി എന്ത് വേണമെന്ന് ചോദിച്ചപ്പോ ഒരു വാച്ച് വേണമെന്ന് പറയായിരുന്നില്ലേ? എനിക്ക് വാച്ചുണ്ട്, ഇനിയൊരു വാച്ച് എന്തിനാ? അതല്ല, സ്വാമി തരണ വാച്ചാണെന്ന് കാണിക്കാമല്ലോ. അപ്പോഴും എനിക്ക് ഓർമ്മ വരുന്നത് നന്ദനം എന്ന സിനിമയിലെ ബാലാമണിയാണ്. എന്താ കാരണം? ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് ഗുരുവായൂരപ്പന് വിളക്ക് കത്തിച്ച് അമ്പലത്തിൽ പോകാതെ ഈശ്വരനെ പ്രത്യക്ഷപ്പെടുത്തിയ, ഞാൻ കണ്ടു, ഞാൻ മാത്രമേ കണ്ടുള്ളൂ ഗുരുവായൂരപ്പനെ എന്ന് പറയുന്ന വരിയുണ്ടല്ലോ, അതാണ് സത്യത്തിൽ ഭക്തി. അവിടെയാണ് അവതാരങ്ങള്. ആ അവതാരങ്ങളും 3 ലെവലുണ്ട്, 3 എണ്ണം. 1 സാധാരണ മനുഷ്യര്, 2 കുറച്ചുകൂടി ഉയർന്ന വിവേകാനന്ദൻ, കുറച്ചുകൂടിയല്ല ഉയർന്ന വിവേകാനന്ദൻ, ശങ്കരാചാര്യര്, രമണ മഹർഷി, സ്വാമി വിവേകാനന്ദന്റെ ഗുരുവായിട്ടുള്ള രാമകൃഷ്ണ പരമഹംസർ, അതിന്റെയും മുകളിൽ ഒരെണ്ണുണ്ട്, ശ്രീരാമനും ശ്രീകൃഷ്ണനും. മനസ്സിലായോ? ബുദ്ധിമുട്ടുണ്ടോ? നമ്മളൊക്കെ ഓർഡിനറി പാർട്ടീസ്, താഴ്ത്തിരിക്കുന്നവര്. നമ്മളും ചിലതൊക്കെ ചെയ്യുന്നുണ്ടാവും. അതായത് ചിലർക്ക് ഭക്ഷണം കൊടുക്കുന്നുണ്ടാവും, സേവനം ചെയ്യുന്നുണ്ടാവും. അതൊക്കെ ചെയ്യുന്ന സാധാരണ മനുഷ്യർ. നമ്മളെക്കാൾ കുറെ കൂടി ഉയർന്നാൽ, രമണ മഹർഷിയുടെ ആശ്രമത്തിലേക്ക് മലയാളികൾ പോയപ്പോ
അവരോരോന്നിങ്ങനെ നോക്കാൻ എവിടെ എന്ത് പ്രോബ്ലം ഉണ്ടെന്ന്. അതാണല്ലോ മലയാളിയുടെ പ്രധാന ലക്ഷണം. ഉറക്കെ പറയുന്നവനും ഉടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കേരളത്തിലാണ്. അത് മൂന്നാ. മനസ്സിലായല്ലോ? ഉറക്കെ പറയുന്നവനും ഉടുക്കം നിർത്തുന്നവനും ഒന്നും അറിയാത്തവനും ജയിക്കുന്നത് കേരളത്തില്. അവിടെ രമണ മഹർഷിയുടെ അടുത്ത് ചെന്നപ്പോ പറഞ്ഞു, അങ്ങയുടെ അമ്പലത്തിൽ ഞങ്ങൾ തൊഴുതു. അവിടെ പൂജാരിമാര് തമ്മിൽ ഫൈറ്റാണ്. പൂജ്യഭാരിമാര് തമ്മിൽ ഫൈറ്റ്. ക്യാൻറ്റീനില് ഭക്ഷണം പാകം ചെയ്യുന്നവർ തമ്മിൽ ഭയങ്കര അഭിപ്രായ വ്യത്യാസമാണ്. അങ്ങയുടെ ആശ്രമത്തിൽ മൊത്തം അങ്ങ് ജീവിച്ചിരിക്കുമ്പോ തന്നെ പ്രശ്നമാണ്. അപ്പൊ എന്താ രമണ മഹർഷി പറഞ്ഞത്? അത് കാണാൻ വന്നവർ അത് കണ്ടിട്ട് പൊക്കോള, ഇത് കാണാൻ വന്നവർ ഇത് കണ്ടിട്ട് പൊക്കോള. ഇത് എനിക്ക് പറയാൻ പറ്റില്ല, ഞാൻ ഉറപ്പിച്ചു പറയാം. അത് രമണ മഹർഷിക്ക് പറ്റുള്ളൂ. ആ ലെവലിലേക്ക് വളരണ്ടേ, ഉയരണ്ടേ. അവതാരം എന്ന് പറയുന്നത് അതാണ്. അതാണ് സായിബാബയോട് ആരോ ചോദിച്ചു, അങ്ങ് ഈശ്വരനാണോന്ന്. തിരിച്ച് സായിബാബ ചോദിച്ചു, നീ ഈശ്വരനല്ലേ എന്ന്. അപ്പൊ ഇയാൾക്ക് അതിന്റെ അർത്ഥേ മനസ്സിലായില്ല. നമ്മൾ ഈ ഈശ്വരനും അവതാരം എന്നൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തൊക്കെയോ തെറ്റിദ്ധാരണയില്ല. അതൊന്നുമല്ല അവതാരം, അതൊന്നുമല്ല ഈശ്വരൻ. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ ഏനവാ ജാതാനി ജീവന്തി യത്രയന്തി അഭിസംവിശന്തി തദ്വിജിജ്ഞാസസ്വ തദ് ബ്രഹ്മേതി. വേദമന്ത്രാണ്. ഇന്ത്യക്കാരായ സ്ഥിതിക്ക് കേട്ടിട്ടുണ്ടാവില്ല. യതോ വാ ഇമാനി ഭൂതാനി ജായന്തേ. സർവചരാചരങ്ങളും 16 ലക്ഷം തരത്തിലുള്ള ജന്തുക്കളും 4 ലക്ഷം തരത്തിലുള്ള സസ്യങ്ങളും 80,000 തരത്തിലുള്ള വൃക്ഷങ്ങളും 10 ലക്ഷം തരത്തിലുള്ള സൂക്ഷ്മജീവികളും ഏതിൽ നിന്നാണോ ഉത്ഭവിച്ചത്, ഏത് കാരണമാണോ നിലനിൽക്കുന്നത്, അന്ത്യത്തിൽ ഏതിലേക്കാണോ ചെന്ന് ചേരുന്നത്, അതാണ് ഈശ്വരൻ. അർത്ഥം മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ? നതത്ര ചക്ഷുർ ഗച്ഛതി ന വാഗ് ഗച്ഛതി നോ മനഃ ന വിദ്മോ ന വിജാനീമോ യദൈതനുശിഷ്യാത്. അവിടേക്ക് മനസ്സ് പോവില്ല മക്കളെ. ഈശ്വരന്റെ അടുത്തേക്ക് മനസ്സ് പോവില്ല. അതുകൊണ്ട് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധ്യമല്ല. നതത്ര ചക്ഷുർ ഗച്ഛതി ന വാഗ് ഗച്ഛതി. കണ്ണു പോവില്ല, വാക്ക് പോവില്ല. നോ മനഃ, മനസ്സ് പോവില്ല. ന വിദ്മോ, ഈശ്വരനെ കുറിച്ച് അറിയുന്നവരാരും ഇല്ല. ന വിജാനീമോ, ഈശ്വരനെ കുറിച്ച് അറിയിക്കാൻ കഴിവുള്ളവരാരും ഇല്ല. യദൈതനുശിഷ്യാ. പിന്നെ ഞാൻ എങ്ങനെയാ നിന്നെയൊക്കെ ഇത് പഠിപ്പിക്ക? എന്താ? ന തത്ര സൂര്യോ ഭാതി ന ചന്ദ്രതാരകം നേമാ വിദ്യുതോ ഭാന്തി കുതോയമഗ്നി തമേവ ഭാന്തം അനുഭാതി സർവം തസ്യ ഭാസാ വിശ്വമിതം വിഭാതിം. എന്തൊരു വാക്കാ! ശ്വേതാശ്വേതരോപനിഷത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല. ഇതൊക്കെ പഠിച്ച് കഴിയുമ്പോ രമണ മഹർഷി പറഞ്ഞ മാതിരി പറയും, അത് കാണാൻ വന്നവർ അത് കണ്ടിട്ട് പൊക്കോള, ഇത് കാണാൻ വന്നവർ ഇത് കണ്ടിട്ട് പൊക്കോള. ആ ലെവലിലേക്കൊക്കെ എത്താൻ നിങ്ങൾക്ക് പറ്റുമോ? നിങ്ങൾക്ക് പറ്റില്ല. PATTILLA പറ്റില്ല. അപ്പൊ ആരാ അവതാരം? അതിന്റെ അടുത്തെത്തുന്നവരെല്ലാം അവതാരങ്ങളാണ്. അതിന്റെ അടുത്തെത്തുന്നവര് അവരെ പോലെ ആവാൻ ഉയരണം, വളരണം, ഉണരണം. വരളരുത്, തളരരുത്, തകരരുത്. അങ്ങനെ വരുമ്പോഴാ നമുക്കൊക്കെ മനസ്സിൽ മാറ്റം ഉണ്ടാവുക. ആ അവതാരമാണ് നമ്മൾ അറിയേണ്ടത്. യഥാർത്ഥത്തിൽ സ്വാമി വിവേകാനന്ദന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു, ഈശ്വരാനുഗ്രഹം കൊണ്ട് അങ്ങക്ക് ശത്രുക്കൾ ആരുമില്ല, അത് തന്നെ അങ്ങയുടെ ഭാഗ്യം. ചിരിച്ചുകൊണ്ട് വിവേകാനന്ദൻ പറഞ്ഞു, ഏത് സമാജമാണോ എന്നെ പ്രോത്സാഹിപ്പിക്കേണ്ടത്, ആ ബ്രഹ്മസമാജം തന്നെ എന്നെ കൊല്ലാനായിട്ട് നടക്കാണ്. ബ്രഹ്മസമാജക്കാര് എന്നെ കൊല്ലാനായിട്ട് നടക്കാം. എന്തൊരു രസകരമായ വാക്കുകളാ ഇവരൊക്കെ പറയുന്ന. ഓരോന്നും കേൾക്കണം. സോക്രട്ടീസ് പറയാറുണ്ട്, സോക്രട്ടീസ് പഠിപ്പിക്കുമ്പോ ഭാര്യ ഇങ്ങനെ സോക്രട്ടീസിനെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. സോക്രട്ടീസ് അതെല്ലാം കേട്ട് ശാന്തായിട്ടിരിക്കും. ഒരു ദിവസം ഭാര്യയ്ക്ക് കണ്ടമാനം ദേഷ്യം വന്നു. കുറെ ചീത്ത പറഞ്ഞിട്ടും സോക്രട്ടീസിൽ ഒരു വ്യത്യാസവും ഇല്ല. അവരൊരു കുടം വെള്ളം കൊണ്ടുവന്ന് സോക്രട്ടീസിന്റെ തലയിൽ ഒഴിച്ചു.
തലയിൽ ഒഴിച്ചപ്പോ സോക്രട്ടീസ് പറഞ്ഞു, ആഫ്റ്റർ എവരി തണ്ടർ there will be a shower. മനസ്സിലായോ അർത്ഥം? എല്ലാ ഇടിവെട്ടിനും ശേഷം ഒരു മഴയുണ്ടാവും. അതാണ് ഇപ്പൊ അനുഭവിച്ചത്. ഒരു വിഷമവും ഇല്ല. ഈ വരികളൊക്കെ വരുമോ നമ്മുടെ വായില്? രമണ മഹർഷി ഒരു ദിവസം നോക്കിയപ്പോ രമണ മഹർഷിയുടെ അമ്മ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവിടെയുള്ള പാവങ്ങൾക്കെല്ലാം ഭക്ഷണം വിളമ്പിക്കൊടുത്തു കഴിഞ്ഞു. രമണ മഹർഷിയുടെ അമ്മ ഭയങ്കര ഓർത്തഡോക്സ് ബ്രാഹ്മണ സ്ത്രീയാ, ഭയങ്കര ഓർത്തഡോക്സാ. അവര് മറ്റുള്ളവർക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ കഴിക്കില്ല. അപ്പൊ എന്താ ചെയ്യാ? വളരെ പ്രായമായി അമ്മയ്ക്ക്. ആ അമ്മയുടെ മനസ്സൊന്ന് മാറ്റണ്ടേ? അമ്മയെ വിളിച്ചോണ്ട് വന്ന് പറഞ്ഞു, അമ്മേ, ഈ മുമ്പിൽ നിൽക്കുന്നവരെല്ലാം ഭക്ഷണം കഴിച്ചു. എന്താ കാരണം അറിയോ? അവരെല്ലാം അരുണാചലേശ്വരന്റെ അവതാരങ്ങളാണ്. അവരെല്ലാം അരുണാചലേശ്വരന്റെ അവതാരങ്ങളാണ്. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, അവതാരങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്റെ അമ്മ ഭക്ഷണം കഴിച്ചാൽ മതിയെന്ന്. അമ്മയ്ക്ക് സന്തോഷമായി. മകനെ, അത് മതി എനിക്ക്. അപ്പൊ മനസ്സ് മാറ്റാൻ നമ്മൾ മുദ്രാവാക്യം വിളിക്കല്ല ചെയ്തത്. തോറ്റിട്ടില്ല, തോറ്റിട്ടില്ല, ജയിച്ച ചരിത്രം കേട്ടിട്ടില്ല. ഇതൊന്നുമല്ല. മനസ്സ് മാറ്റാൻ പാകത്തിന് തരംഗ ദൈർഘ്യമുള്ള വാക്കുകൾ കൊടുക്കണം. എല്ലാത്തിനും ഒരു വേവ് ലെങ്ത് ഉണ്ട്. ആ വേവ് ലെങ്ത്തിൽ പറഞ്ഞാൽ മാറേണ്ടവർ മാറും. കൊടുക്കേണ്ടവർക്ക് കൊടുക്കേണ്ടതുപോലെ കൊടുക്കേണ്ട സമയത്ത് കൊടുക്കണമെന്ന് ആഗ്രഹിച്ചാൽ എടുക്കേണ്ടതുപോലെ എടുക്കും. ഞാൻ പറഞ്ഞതിന്റെ നീളം കൂടിപ്പോയോ? ഇല്ല അല്ലേ? മനസ്സിലായില്ലെന്നല്ലേ ഉള്ളൂ. അപ്പൊ യഥാർത്ഥത്തില് ഇതാണ്. അപ്പൊ ഈ 33 കോടി ദേവന്മാരില്, 33 കോടി മാനവന്മാരില്, 33 കോടി ദാനവന്മാരില് 33% ആസുരീകത നിങ്ങൾ കുറച്ച് കൊണ്ടുവരിക. 33% മാനുഷിക ദൗർബല്യങ്ങള്, സ്വാർത്ഥത, അഹങ്കാരം, വാശി, പക, ഇതൊക്കെയാ മാനുഷിക ദൗർബല്യങ്ങള്. അതും കുറച്ച് കൊണ്ടുവരിക. ഓട്ടോമാറ്റിക്കലി ഈശ്വരീയമായത് കൂടും. അങ്ങനെ കുറെ കൂടുമ്പോ നമ്മള് ശങ്കരാചാര്യരെ പോലെയാവും, വിവേകാനന്ദനെ പോലെയാകും, രാമകൃഷ്ണ പരമഹംസരെ പോലെയാകും, മാതാ അമൃതാനന്ദമയ്യെ പോലെ കുറെ കൂടി കഴിഞ്ഞാലാവും. അത് കഴിഞ്ഞ് സായിബാബയെ പോലെയാകും. അങ്ങനെ വളർന്ന് ഉയർന്ന് എത്ര കാലം ജീവിക്കുന്ന എനിക്കറിഞ്ഞൂടാ. നിങ്ങൾ അങ്ങനെ പിന്നെയും ഉയർന്നാൽ അവസാനം ജീവിച്ചിരുന്ന രമണ മഹർഷിയെ പറഞ്ഞ പേരാണ് ഭഗവാൻ രമണ മഹർഷി. വാക്ക് കേട്ടിട്ടുണ്ടോ? ഭഗവാൻ രമണ മഹർഷി, ഭഗവാൻ രാമകൃഷ്ണ പരമഹംസർ, ഭഗവാൻ ശങ്കരാചാര്യര്, ഭഗവാൻ ആദിശങ്കരൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് അവതാരത്തിന്റെ ലെവലിൽ നിന്ന് മുകളിലേക്ക് പോയപ്പോൾ 23-ാമത്തെ വയസ്സില് വേദത്തിനും ഉപനിഷത്തിനും ഭഗവത്ഗീതയ്ക്കും എല്ലാം വ്യാഖ്യാനം എഴുതാൻ ശങ്കരാചാര്യർക്ക് സാധിച്ചപ്പോൾ അവതാരത്തേക്കാൾ മുകളിൽ പോയി. ആ ശങ്കരാചാര്യര് ഭഗവാൻ, നമ്മൾ പറയുന്ന ഈശ്വരന്റെ ലെവലിലേക്ക് ഉയർന്നു. ശ്രീരാമനും ഈ ക്ഷമയുടെയും നന്മയുടെയും ത്യാഗത്തിന്റെയും എല്ലാം മൂർത്തിമത് ഭാവമായി, മര്യാദാ പുരുഷോത്തമനായി അങ്ങ് സാധാരണ മനുഷ്യരുടെ ഇടയില് വളർന്നുയർന്നപ്പോൾ ശ്രീരാമനെ നമ്മള് ഭഗവാൻ ശ്രീരാമൻ എന്ന് പറയുന്നു, ഭഗവാൻ ശ്രീകൃഷ്ണൻ എന്ന് പറയുന്നു. നമ്മളെപ്പോലെയുള്ള മനുഷ്യനാണ് രാമനും ശ്രീകൃഷ്ണനും എന്നെല്ലാം വിചാരിക്കാൻ സാധിച്ചാലേ നമുക്ക് ആ ലെവലിലേക്ക് ഉയരാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മള് എക്സ്ക്യൂസ് പറയും. എന്ത് എക്സ്ക്യൂസ് പറയും? മഹാത്മാഗാന്ധി ദണ്ഡി കടൽ തീരത്തേക്ക് ഉപ്പ് സത്യാഗ്രഹത്തിന് പോയപ്പോൾ ജവഹർലാൽ നെഹ്റു പറഞ്ഞു ഗാന്ധിജിയോട്, ഇറ്റ് ഈസ് ഇംപോസിബിൾ. അപ്പ ഗാന്ധിജി എന്തു പറഞ്ഞു? ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ നെഹ്റു ബട്ട് പോസിബിൾ ഫോർ ഗാന്ധി. ഇറ്റ് ഈസ് ഇംപോസിബിൾ ഫോർ നെഹ്റു ബട്ട് പോസിബിൾ ഫോർ ഗാന്ധി. ഇവിടെയാ മനുഷ്യൻ ഉയർന്നത്. ഇവിടെയാണ് മനുഷ്യൻ ഉയർന്നത്. ബക്കിംഗ്ഹാം പാലസിലേക്ക് മഹാത്മാഗാന്ധി കയറിയപ്പോ പ്രോട്ടോകോൾ ഓഫീസർ പറഞ്ഞു, ഈ പകുതി
ഉടുത്തിരിക്കുന്ന ഈ തരത്തിലുള്ള മുണ്ടുടുത്തോണ്ട് ഇവിടെ അകത്തേക്ക് കയറാൻ പറ്റില്ല. ചില അമ്പലത്തിലെ ശാന്തിക്കാരെ പോലെ ഇങ്ങനെ മുണ്ടുടുത്തോണ്ട് കയറാൻ പറ്റില്ല എന്ന് സെക്യൂരിറ്റി പ്രോട്ടോകോൾ ഓഫീസർ പറഞ്ഞപ്പോ ഗാന്ധിജി എന്താ പറഞ്ഞത്? യു വാല്യൂ ദ വാല്യുബിൾസ്, വി വാല്യൂ ദ വാല്യൂസ്, ഐ വാണ്ട് ടു ഗോ. അയാൾക്ക് എന്താന്നേ മനസ്സിലായില്ല. യു വാല്യൂ ദ വാല്യുബിൾസ്, വി വാല്യൂ ദ വാല്യൂസ്. ഞങ്ങൾ മൂല്യം കൽപ്പിക്കുന്നത് മൂല്യത്തിനാണ്, നിങ്ങൾ മൂല്യം കൽപ്പിക്കുന്നത് ബാഹ്യമായ ആഡംബരത്തിനാണ്. ഞങ്ങൾ അങ്ങനെയല്ല, എനിക്ക് പോകണം. ഇതാണ് നമ്മൾ ഉയരുന്നതിന്റെ ലക്ഷണം, വളരുന്നതിന്റെ ലക്ഷണം. അവിടെയാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഭക്തിയല്ല. ചിലപ്പോ ഒക്കെ ഭാഗവതം കേൾക്കുമ്പോൾ ചിലരൊക്കെ കരയുന്നത് കാണാറുണ്ട്. ഭാഗവതത്തിന് ഞാൻ അബ്സ്ട്രാക്ട് എഴുതിയിട്ടുണ്ട് 2 പ്രാവശ്യം വായിച്ചിട്ട്. ഭാഗവതത്തിൽ കരയാനായിട്ടൊന്നുമില്ലല്ലോ, പിന്നെന്തിനാ കരയുന്നേ? ഭക്തി ഉണ്ടെന്ന് അടുത്തുള്ളവനെ കാണിക്കാനാണോന്നൊരു സംശയം എനിക്കുണ്ട്. ഭാഗവതം വായിക്കുമ്പോൾ കരച്ചിലൊന്നും വരില്ല, കരച്ചിൽ വരേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് എന്നും ഓർമ്മിക്കുക, എന്നും മനസ്സിലുണ്ടാവണം, നമ്മൾ ഭാഗവതം കേൾക്കുന്നതും ഭാഗവതത്തിലെ അവതാരം നരസിംഹമൂർത്തി വന്നത് എന്തിനാണ്?